എങ്ങനെ അത്ര സമയം മതി. അതില് ടാലന്റും അക്കുവാണ് ഇരിക്കണത്. അത് അക്കുമേമിക്ക് പാകാവില്ല. ഭയങ്കര ടെററാണല്ലോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് അക്കുമോളുടെ സ്കൂളിൽ അവളുടെ ഫോക്ക് ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണ്. പെട്ടെന്നെടുത്തൊരു ഡിസിഷൻ ആയിരുന്നു. ഇത് നടക്കുന്നത് എൻ്റെ ബർത്ത്ഡേയുടെ ദിവസമാണ്. അപ്പോൾ ഇതേ നമ്മൾ സ്കൂളിലെത്തി അക്കുവിനെ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് ജോളിയമ്മയുടെ വീട്ടിൽ പോയി അവിടെ നിന്ന് മേക്കപ്പ് ചെയ്ത് തിരിച്ച് സ്കൂളിലോട്ട് കൊണ്ടുവരണം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. പിന്നെ ഞാൻ കൊച്ചു മാത്രം ഇറങ്ങിയവരുടെ അതല്ല വേറെ ടീച്ചർ. അയ്യോ ഇതാരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് എന്റെ ആങ്ങളുടെ മോളുടെ കുട്ടിയാ. ഞാനും വിചാരിച്ചു ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ എടുത്ത വഴിക്ക് ഇവള് പറയണേ, ആണ്ടി ഞാൻ ഡിജോയുടെ മോളാ. ഡിജോയുടെ മോളാ? അവള് ഉദ്ദേശിച്ചത് ഡാനില ഡിജോയുടെ മോളെന്നായിരിക്കും. ഞാൻ ഡിജോയുടെ മോളാന്ന്. എന്റെ ആങ്ങളയുടെ മോളുടെ കുട്ടിയാന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആങ്ങളാന്നുള്ളത് അവള് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അവള് പറഞ്ഞു ഞാൻ ആരുടെ മോളാടി? എപ്പോഴാ ഡാൻസ്? ഓളല്ലേ വീഡിയോ ഡാൻസ്. ഡാൻസ് ഒന്നും കളി 3 പേരുള്ളത്. ഭയങ്കര വിജൃംഭിച്ച സ്കൂളായ കാരണം 3 പേരെ കൂടി ഉള്ളു മത്സരത്തിൽ. അതെ, 1:15 ഡ്രസ് ചേഞ്ച് ചെയ്ത് ഇവിടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ടും. പിന്നെ നമ്മൾ കളിക്കുന്നത് ഫസ്റ്റിന് വേണ്ടിയായ കാരണം എങ്ങനെ തലേ ദിവസം പഠിച്ചത് വേറെ കാര്യം. ഞാൻ ഇന്നലെ ഒരു ഓളത്തിന് ഇന്നലെ അവള് ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോ എന്നോട് പറയാ ഞാൻ നാളെ ഡാൻസ് കളിക്കുന്നുണ്ട്, ഫോക്ക് ഡാൻസ്. അവൾക്ക് അത്ര സമയം മതി. ടാലന്റും അക്കുവാണ് ഇരിക്കണത്. അല്ല, ഞാന് കളിക്കണ്ടെന്ന് ഞാൻ ഒരു ഓളത്തിന് പേര് കൊടുത്തു. പേര് കൊടുത്തിട്ട് പിറ്റേ ദിവസം തന്നെ ഞാൻ വെട്ടാൻ പറഞ്ഞപ്പോ ടീച്ചർമാര് വെട്ടില്ലാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ ഗ്രൂപ്പിന് മാർക്ക് പോവും. അപ്പൊ അപ്പൊ പിന്നെ ഞാൻ മാർക്ക് പോയാലും അല്ല കൊല്ലം അമ്മ പേര് കൊടുക്കാൻ പറയും. ഇക്കൊല്ലാണെങ്കിൽ ഞാൻ തന്റെ പേര് കൊടുത്തു. അപ്പൊ അമ്മ കളിക്കണ്ടോ? ഞാനിക്കൊല്ലം പേര് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. 10ാം ക്ലാസ് അല്ലേ. സാധാരണ 10ാം ക്ലാസ് വരെ കളിപ്പിക്കാറില്ലല്ലോ. അതിപ്പോ കളിപ്പിക്കാറില്ലേ? ഇപ്പൊ കളിപ്പിക്കാൻ എല്ലാ കൊല്ലം ഞാനാണ് പേര് കൊടുക്കണേന്ന് പറഞ്ഞിട്ട് അവള് പേര് കൊടുക്കാം. ഇക്കൊല്ലം ഞാൻ പറഞ്ഞു ഞാൻ വേണ്ട, അവള് പേര് കൊടുത്തിട്ട് വന്നു. ഞാൻ അപ്പൊ ഇവളോട് പറഞ്ഞു പേര് കൊടുക്കണ്ട, 10ാം ക്ലാസ്സാണ്, പഠിക്കണം, പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഒരുപാട് സമയം വേണം. പക്ഷെ സംഭവം അവള് തീരുമാനിച്ചത് ഇന്നലെ രാത്രിയാണ് കളിക്കണം. പ്രാക്ടീസ് ചെയ്തു. എന്റെ ഏതാ കളിക്കണേ? ഞാൻ മറ്റേ ഫോർവാനിക്ക് കളിച്ച ഡാൻസ്. ഫോർവാനിക്ക് പുല്ല്. എന്റെ കൂടെ കളിക്കണ 2 പിള്ളേരും അവിടെ ഫോക്ക് ഡാൻസിന്റെ മേക്കപ്പ് റൂമിൽ വന്നിട്ട് അവിടെ വന്നിരിക്ക. ഞാൻ അതേ കൂടെ തണ്ടി തിരിഞ്ഞ് നടക്ക എന്റെ നാളത്തെ സിനിമാറ്റിക് ഡാൻസ് പഠിക്കാനായിട്ട്. അവരൊക്കെ ഒരുങ്ങിയ അൽമയും ഉറങ്ങിട്ട് ഞാൻ നിന്നൊരുക്കണത് ആര്? ആര്? ജോളിയമ്മക്ക് 2 പരിപാടി ഉച്ചക്ക് 1:45. അപ്പോഴത്തേക്കും മേക്കപ്പ് ചെയ്ത് സ്കൂളിലെത്താം. റോൾ എന്തിട്ടാണ്, അതായത് തീം എന്തിട്ടാണ്? കൊയ്ത്തുകാരി. ഇവിടെ ആരുമില്ലേ? ദേ നമ്മൾ ജോളിയമ്മയുടെ വീട്ടിലെത്തി ഗൈസ്. മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ വീട്ടിലെത്തി. ഞങ്ങൾക്ക് കല്യാണം ഉണ്ടെങ്കിലും ഫോക്ക് ഡാൻസ് ഉണ്ടെങ്കിലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങളുടെ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ജോളിയമ്മ. ഞങ്ങള് വരുന്നത് ജോളിയമ്മയ്ക്ക് അറിയില്ല. ദേവൈക്കോല്
മേക്കപ്പ് ആർട്ടിസ്റ്റ് തളർന്നു ഗൈസ്. ചെരുപ്പൂരൻ അവിടെ അടുത്ത് പോയിട്ട് ചോദിക്കി സുഖാണോന്ന്. ജോളുവിന്റെ അടുത്ത് പോയിട്ട് വരാം. ഒന്നരക്ക് ഇറങ്ങിയാ പോരാ. കാരണം കാറ്റഗറി 2 കുറെ പിള്ളേരുണ്ട് ഡാൻസ് കളിക്കാൻ. അത് അവർ അത്ര 1 മണിക്കൂർ അടുത്ത് വെച്ചിട്ട് പരിപാടി. ഞങ്ങളുടെ 1:15 to 2:15 വരെ. 1:15 പോവാറുണ്ട്. അപ്പൊ എത്ര മണിക്ക് ഒരുങ്ങണം? 11:30. 1 മണിക്കൂർ വേണ. അപ്പൊ 12 മണിക്ക് ഒരുങ്ങാം. എന്തേ ബില്ലി ബൂബുനെയാ? ബില്ലി ബൂബു കടിക്കോ? സൂക്ഷിച്ച് പൊക്കോളോട്ടാ. വിളിക്ക് ബില്ലിനെ. ബില്ലി ചാക്കിയാ. അത് വീട്ടിലുണ്ടാറണ്ട. വീട്ടിൽ തന്നെ വന്നത്, ആരും വാങ്ങിച്ചതല്ല കേട്ടാ. മിമ്മൻ എവിടെയാന്ന്? നിന്റെ ഫ്രണ്ട് ഫോണിലല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ദിവസം എന്നെ കുറച്ച് വർഷങ്ങൾ പുറകിലോട്ട് കൊണ്ടുപോയി. കാരണം സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ, പിന്നെ അതിൻ്റെ കുറേ മെമ്മറീസ്, LP UP ഹൈസ്കൂൾ ആ ഒരു സമയം, യൂത്ത് ഫെസ്റ്റിവൽ ദിവസം ഫ്രണ്ട്സുമായിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്, പിന്നെ ഈ ഫോക്ക് ഡാൻസിൻ്റെ കുറേ മെമ്മറീസ്. അന്നും ജോലിയുമ്പോൾ തന്നെയായിരുന്നു മേക്കപ്പ് ചെയ്യാനും എന്നെ കൊണ്ടുപോകാനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒത്തിരി മെമ്മറീസ് ഈ ഒരു ദിവസം എനിക്ക് റീകളക്ട് ചെയ്യാൻ പറ്റി. അക്കുവിനെ മേക്കപ്പ് ചെയ്യാനായിട്ട് ഫുൾ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ഇങ്ങനെ നിന്ന സമയത്ത് എൻ്റെ മനസ്സിൽ കൂടെ ഫുള്ള് ഇങ്ങനെ ആ മെമ്മറീസ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഭയങ്കര ഒരു പ്രത്യേക ഫീലായിരുന്നു. ഇനിയിപ്പോൾ ദാ അടുത്തത് നമ്മുടെ മിമുവാവ കളത്തിലിറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് ഈ പറഞ്ഞ പോലെ ഡാൻസിനോടും പാട്ടിനോടൊക്കെ കുറച്ച് താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അത് അക്കുമേമിക്ക് പാകാവില്ല. അതെങ്ങനെയാ മിമുവോ? നൊസ്റ്റു വരുന്നു. നൊസ്റ്റു അതെന്തിട്ട് മിമു? ശ്രീലങ്ക. അത് ചിലങ്ക. വീഴാൻ പോണത് കൈമിട്ടിട്ട് അതിന്റെ കൂടെ പോവോ? എന്റെ ഭർത്താവേ, അങ്ങനെയല്ല, തിരിച്ച്
അത് ഊരിയെടുക്കും. മിമുവാവ കുറച്ച് നേരത്തെ നാഗവല്ലിയായി മാറിയിരുന്നു. അവള് പൊട്ടെടുക്കുന്നു, വളയെടുക്കുന്നു, ലിപ്സ്റ്റിക് എടുക്കുന്നു, പൂവെടുക്കുന്നു, ചിലങ്ക എടുക്കുന്നു, ഡ്രസ്സ് എടുക്കുന്നു. അങ്ങനെ മൊത്തം വളയൊക്കെ കൈമേറ്റ് നോക്കി കണ്ടില്ലേ. ആൾക്കാർ കിലുങ്ങണ സൗണ്ടൊക്കെ കേട്ടപ്പോൾ ഇഷ്ടമായി. ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നുണ്ട് കുപ്പിവള ഇടുന്നത്. അങ്ങനെ അപ്പോൾ അവളിങ്ങനെ നാഗവല്ലി പറയുന്ന പോലെ മീക്ക മുതിരം പാലക്ക മാല എന്നൊക്കെ പറഞ്ഞിരിക്കുക. ചിട്ട ആദ്യം കഴുത്തിക്കോണിട്ട കാണിച്ചു കൊടുത്താണ്. അന്ന് നമ്മളൊരു വിഷുവിനൊരു ഫോട്ടോ എടുത്തിട്ട് നീ പൂ കൊടുത്ത് തലയിൽ കഴുത്തിക്കോണിട്ട് കാണിച്ചു കൊടുത്തില്ല. അങ്ങനെ ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ മിമു. വാവ്, ഇതൊരിക്കലും ഒരു പ്രൊഫഷണൽ ഡാൻസ് മേക്കപ്പ് ആയിട്ട് കമ്പയർ ചെയ്യരുത് കേട്ടോ. നമ്മൾ ഒരിക്കലും ഡാൻസ് പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ടല്ല ചെയ്യണത്. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കോമ്പാക്റ്റ്, ഫൗണ്ടേഷൻ, അതുപോലെ കൺസീലർ, നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ്. അതായത് അവള് ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് അവൾക്ക് ഡാൻസിന് വേണ്ടിയിട്ട് മേക്കപ്പിന് ഉപയോഗിച്ചേക്കണത്. അത് കുറച്ചും കൂടി എന്താ പറയുക, നോർമലി യൂസ് ചെയ്യുന്നതിലും വിട്ട് കുറച്ച് അധികമായിട്ട് ഉപയോഗിച്ചു എന്ന് മാത്രം. ആ പൊട്ട അവിടെ വെച്ചാൽ ഇതെടുത്തേ, അതിലോള് ട്രേഡ് സീക്രട്ടാ. അതെയാ, ഇതാണ് കേട്ടോ പറഞ്ഞത് ട്രേഡ് സീക്രട്ട്. ജോളിമ ഇങ്ങനത്തെ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഗ്ലൗ യൂസ് ചെയ്യും. കാരണം ജോളിമ വളരെ വിരളമായിട്ടാണ് ബ്രഷ് ഒക്കെ ഉപയോഗിച്ച് മേക്കപ്പ് ചെയ്യുള്ളൂ. ആളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇതാണ്. അത് അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അയ്യോ, എനിക്ക് ഭയങ്കരമായിട്ട് നൊസ്റ്റു വരുന്നു. ഇങ്ങോട്ട് നോക്കി. വാവ്, സുന്ദരിയായിട്ടുണ്ട്. എന്തൊരു ഭംഗിയാണോ കാണാൻ. നല്ല മാച്ച് ഡ്രസ്സുമായിട്ട്. കൊറേ വലയൊക്കെ ഇട്ട് കിളിക്കണ സൗണ്ട് കേട്ടിട്ടാണ്. കണ്ട അവളെന്റെ ഈ മുഖം കാണിച്ചാൽ പേടിച്ചോടും. അക്കുമേമിക്ക് മേക്കപ്പ് ചെയ്യാൻ പോവാട്ടാ. അതെ കണ്ട, സുന്ദരിയാക്കാ പോവാ. നല്ല ഭംഗിയുണ്ടാ. ഇങ്ങോട്ട് വാ, നിലത്ത് നടക്കുക. അപ്പൊ നല്ല ഭംഗിയുണ്ടോ. അച്ചോടാ, മിമുവാവ പെട്ടെന്ന് ഇങ്ങനെ ചിലങ്കി വെക്കിയിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഫീല് വന്നു. ഇങ്ങനെ എന്താന്ന് പറയാൻ പറ്റില്ല, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു ഫീല്. എന്തോ സന്തോഷവും സങ്കടവും എല്ലാം കൂടെ മിക്സഡ് ആയിട്ടൊരു ഫീല് വന്നു. അച്ചോടാ, അറിയാമോ? ഡാൻസ് കളിച്ചേ, കളിക്ക, ഡാൻസ് കളിക്ക. ബെഡാട്ടിയും കളിച്ചേ അച്ഛമ്മയുടെ. ആ അത് പിടിക്കാം. അക്കുമേമിയുടെ ഒരു ബെഡാട്ടിയും കളിച്ചേ. ഇങ്ങനെ ടാ തെയ് അത്. ചേച്ചി നിന്റെ ഡാൻസ് ആണോ? മിമുവിന്റെ ഡാൻസ് ഉണ്ടാ? നോക്കട്ടെ അമ്മ. എന്തൊരു പോഷാണോ. കുഞ്ഞിപ്പെണ്ണ്, ഇങ്ങനെയൊരു കോതപ്പെണ്ണ്.
മിമുവാവ് ഈ നേരം കൊണ്ട് തലമുടി കെട്ടിക്കൊടുത്തതൊക്കെ അഴിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളിങ്ങനെ മുടി കെട്ടി അഴിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ ഒരു ലുക്കിൽ നടക്കുമ്പോൾ എനിക്ക് മറ്റേ കുതിരവട്ടം പപ്പൂലേ ആക്ടർ, പുള്ളിയുടെ പോലെ തോന്നും. അയ്യോ ഒരു ലൈനും കൂടി. ജോണപ്പാപ്പ കഴിക്കാണല്ലേ, കഴിക്ക്. അവളെ ശ്രദ്ധിക്കാൻ വേണ്ടി ഇവിടെ ഇവിടെ ഈ സൈഡാ ഞാൻ കുത്തണം. ഏത് സൈഡാ കുത്തണ? ഇടത്തെ മുക്ക വലത്തെ മുക്ക? വലത്തെ മുക്കാണോ? ഇവിടെ വലത്. ഇവിടെ കൈമീൻ പുറത്തോടണ അങ്ങനെ കിട്ടുമോ? ആവാ. കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോ ഒരാളുമാനുണ്ട് കല്യാണത്തിന്റെ കൈമയൊക്കെ ഫൗണ്ടേഷൻ ഇട്ടിട്ട് വരും. ഇങ്ങനെയൊക്കെ കാണുമ്പോ കാണുന്നതല്ലേ ഫൗണ്ടേഷൻ. ഈ മാലയാണോ? അതല്ലേ മാച്ച്. അക്കുമോളി വെയർ ചെയ്തിരിക്കുന്ന ബ്ലൗസ് ഉണ്ടല്ലോ, അത് നമ്മൾ പാരമ്പര്യമായിട്ട് കൈമാറി വരുന്നൊരു ബ്ലൗസാണ് കേട്ടോ. ആക്ച്വലി അത് ജോളിയമ്മയുടെ ഒരു ബ്ലൗസാണ്. അപ്പം ഞാൻ ഇട്ടിട്ടുണ്ടത് അതായത് ഫോക്ക് ഡാൻസിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, ഇല്ലോച്ച് ഇട്ടിട്ടുണ്ട്, അനുമോൾ ഇട്ടിട്ടുണ്ട്, ഇപ്പോൾ അക്കുമോൾ ഇട്ടിട്ടുണ്ട്. അത് ഓരോ പ്രാവശ്യം നല്ല 2-3 പ്രാവശ്യം പല പ്രോഗ്രാമുകൾക്കായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അത് മിക്കവാറും മിമുവാവയുടെ കയ്യിലെത്താൻ ചാൻസ് ഉണ്ട്. സ്കൂളിലെ പ്രോഗ്രാമുകൾക്കൊക്കെ നമ്മൾ മാക്സിമം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തന്നെയായിട്ട് ഉപയോഗിക്കാറ്. കോസ്റ്റ്യൂം ആണെങ്കിലും ഓർണമെൻറ്റ്സ് ആണെങ്കിലും ഒക്കെ. പിന്നെ ജില്ല അങ്ങനെ പോകുമ്പോഴൊക്കെ മാത്രമാണ് നമ്മൾ റെൻറ്റിന് എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പള്ളിയിലത്തെ പ്രോഗ്രാമൊക്കെ വരുവാണെങ്കിൽ മാത്രമാണ് നമ്മൾ റെൻറ്റിന് എടുക്കാറുള്ളൂ. ബാക്കി സ്കൂളിലത്തെ ആർട്സിന് നമ്മൾ കയ്യിലുള്ള നമ്മുടെ എന്തൊക്കെയുള്ള അതൊക്കെ തട്ടിക്കൂട്ടിയാണ് നമ്മൾ ചെയ്യാറ്. സാരി അല്ലത്, തോത്തുമുണ്ട്. അത് അച്ഛമ്മാമ്മയുടെ ഒരു തോത്തമുണ്ട് അക്കുമേമി ഇട്ടു വെറുതെ ഡാഷ് കളിക്കാൻ. കൈ പൊക്കിയടി സെൻസർ ബോർഡ്. ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല ചേട്ടാ. ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. ഞാൻ ഇടാൻ വേണ്ടി ഞാൻ അവിടെ വെച്ചു, കഴിയുമ്പോ എടുത്തിടാന്ന് ഓർത്തിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞു അത് ഞാൻ ഇത്തിരി എടുത്ത് കുടിച്ചു. ഇങ്ങോട്ട് വായോ, അമ്മ മുടി കെട്ടി തരാം. വാ. ആരാ ഇവളല്ലേ? ഇവരെ അത് കഴിഞ്ഞ് പോയപ്പോ ഇനി അടുത്ത ആൾ തുടങ്ങി. വാ ഡാഷ് കാണാൻ വാ, ഓടി വാ. ലെറ്റ്സ് ഗോ ഗയ്സ്. ഒന്നും ചിന്തിക്കണ്ട, പേട്ടയ്ക്ക മറ്റേ എന്താ പറയാ സ്പ്രിങ് പോലെ മാക്സിമം എത്രക്കൊക്കെ ചാടാൻ പറ്റുമോ അത്രയ്ക്ക് അങ്ങോട്ട് ചാടിയിട്ട് കളിച്ചു. അത്രേ ഉള്ളൂ, വേറെ ഒന്നും. സ്റ്റെപ്പ് വേണട്ടോ, വെറുതെ ചാടിയാ പോലെ. പോയി ചാടുക.
നീ പോടി വേം പോ. നടക്ക്. അത് വലിക്കില്ല. അവിടെ കടിക്കാൻ പാടില്ല. അവളെനിക്ക് ഓടി. ടീച്ചർമാര് ചീത്ത പറയും. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. മിമ്മിങ്ങനെ സ്കൂളിൽ പഠിക്കുക. അതെയാ, ഇവിടെ കയറിയിരുന്നു. അത് വേണ്ട, അതുകൊണ്ട് എഴുതിയാ മതി. വളഞ്ഞ തന്നെ. ഈ ഒരു ഏരിയയിലാണ് പ്രോഗ്രാമിന് കയറാൻ പോകുന്നവർ വെയിറ്റ് ചെയ്യുന്നൊരു സ്ഥലം. ഇവിടെ ഞാൻ ഇല്ലോച്ചിനി അനുമോളെയും കൊണ്ട് കുറേ പ്രാവശ്യം വന്ന് നിന്നിട്ടുണ്ട് അവരെ സ്റ്റേജിലോട്ട് കയറ്റി വിടാൻ. ആ കുറേ മെമ്മറീസ് ആ സമയത്ത് ഇങ്ങനെ മനസ്സിൽ വരികയായിരുന്നു. ഇല്ലോച്ചിനും അനുമോൾക്ക് ഇത് കാണുമ്പോൾ അത് കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ഗൈസ്, ഹക്കുവിൻ്റെ ഡാൻസ് കാണാൻ വന്നിട്ട് ദേ അവിടെ പ്രോഗ്രാം നടക്കുക. ഇവളവിടെ കയറാൻ സമ്മതിക്കുന്നില്ല. ഈ കൊച്ചിന് ഇങ്ങനത്തെ ഒച്ചയും ബഹളമൊന്നും ഇഷ്ടമല്ല ഗൈസ്. നിങ്ങളുടെ വീട്ടിലുണ്ടോ അതുപോലത്തെ പിള്ളേരുകൾ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ ഞങ്ങൾ പാർക്കിലിരിക്കുകയാണ്. ഓരോ അവസ്ഥാന്തരങ്ങളല്ലാണ്ട് എന്താ പറയാ. അല്ലേ മിമു, എന്താ ഡാൻസ് കാണാൻ പോവാത്തെ? നീ ഭയങ്കര ടെററാണല്ലോ. അവൾക്ക് മൈക്കിന്റെ സൗണ്ട് പറ്റില്ല, പാട്ടിന്റെ സൗണ്ട് സ്പീക്കറിൽ കേൾക്കാൻ പറ്റില്ല, സൗണ്ട് പറ്റില്ല കൊച്ചിന്. ആ ഭാഗത്തേക്ക് പോകാൻ സമ്മതിക്കണില്ല. അപ്പം ഞങ്ങളതിവിടെ പാർക്കിൽ വന്നിരിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇതിൻ്റെ കൂടെ ഫുട്ടേജസ് ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും കൂടെ ചെയ്യണം. അപ്പോൾ ബൈ. ഞാൻ വിചാരിച്ചില്ല അക്കുവിൻ്റെ ഡാൻസ് കാണാൻ പറ്റുന്നു. പക്ഷെ മിമു അവ കനിഞ്ഞു, കാണാൻ പറ്റി. ഞാൻ ഒരു ഔട്ട്ഡോർ എടുത്തതാ, രണ്ടാമത്തെ. ഓക്കേ ബൈ. ഇരിക്കാൻ സമ്മതിക്ക്. ഇത് പൊട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെയായ